ഡൽഹി ചാവേർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡോക്ടർ മുസമ്മിലിന്റെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 52 പേരെയാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിനിടയിൽ 6 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ പീതാംബരൻ തത്സമയം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഇപ്പോൾ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഈ സർവകലാശാലയിൽ എല്ലാവരെയും അങ്ങനെ ചോദ്യം ചെയ്യുകയാണോ? ഏത് തരത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്? ഒപ്പം തന്നെ കസ്റ്റഡിയിലുള്ള 6 പേർ എന്തുകൊണ്ട് അവർ കസ്റ്റഡിയിലാകുന്നു? അക്ഷയ, ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ എന്തായാലും ഫരീദാബാദ് ഒരു ഹോട്ട്സ്പോട്ടായി മാറുന്നു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. 52 പേരെ ചോദ്യം ചെയ്തിരിക്കുന്നത് അത് പ്രധാനമായിട്ടും ഈ ഡോക്ടർ മുസമ്മിലിന്റെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ സഹപ്രവർത്തകർ എന്നുള്ളവരാണ്. മാത്രമല്ല 52 പേരെ ചോദ്യം ചെയ്തതിലൂടെ 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതായത് ഫരീദാബാദ് പോലീസ് തന്നെ എന്തുകൊണ്ട് ഈ 6 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമായിട്ടും ഈ റാക്കറ്റുമായി, അതായത് ഫരീദാബാദിലെ ഭീകര സംഘവുമായി ഒരുപക്ഷെ ചില ബന്ധങ്ങൾ, സഹായം നൽകിയതിലടക്കം ഉണ്ടാകാം എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് വരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകാം. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇന്ന് രാത്രി കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകില്ല. നാളെ വീണ്ടും പോലീസ് സംഘം ഈ പ്രദേശത്തേക്ക് എത്തും. ഏറ്റവും പ്രധാനമായിട്ടും ആയുധങ്ങൾ ശേഖരിച്ച് വെക്കാനായിട്ട് ഉപയോഗിച്ചത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയാണ്. അതായത് വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും, ഒപ്പം ഈ സ്ഫോടക വസ്തുക്കളുടെ ചില പരീക്ഷണങ്ങൾ, അതായത് രാസവസ്തുക്കൾ അത് നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ചില കെമിക്കൽ റിയാക്ഷൻ അടക്കം ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയം കൂടിയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ ലബോറട്ടറി അടക്കം കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് ഫരീദാബാദ് പോലീസ് കടന്നിരിക്കുന്നത്. മാത്രമല്ല ജമ്മു പോലീസും ഫരീദാബാദ് പോലീസുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അന്വേഷണ രംഗത്ത് നിലവിൽ ഫരീദാബാദിൽ തന്നെ തമ്പടിച്ച് തുടരുകയാണ്.